ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പാണ്. ലെമണിൻ്റെ സോപ്പാണ് കേട്ടോ. നല്ല സ്മെല്ലും നല്ല രസമാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട്. എങ്ങനെയാണ് മേക്ക് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു കിറ്റാണ് നമ്മുടെ ലെമണിൻ്റെ കിറ്റ്. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വരുന്നുണ്ട്, വൈറ്റമിൻ വരുന്നുണ്ട്. ഇപ്പോൾ ലെമണിൻ്റെ ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ലെമണിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് അതിലേക്കുള്ള കളറും സ്മെല്ലും, ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ കിറ്റിൽ വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും സോപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമുക്ക് കിറ്റിൽ വരുന്നത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിറ്റിൽ കൊടുക്കുന്നത് ടാബ്ലറ്റ് ആണ് കേട്ടോ, വൈറ്റമിനിയുടെ. നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് സോപ്പിന് കട്ടിയില്ല, പതയില്ല എന്നൊക്കെ. അത് നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ബേസ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. 10 രൂപ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ നല്ല ഐറ്റം വെച്ച് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് SF ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ്. നല്ല രീതിയിൽ നമുക്ക് പതയും അതുപോലെ തന്നെ കട്ടിയൊക്കെ ഉള്ള ബേസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസിനും നിൽക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എക്സ്ട്രാക്റ്റിന്റെ ബോട്ടിലിൽ വരുന്ന എക്സ്ട്രാക്റ്റ് മൊത്തമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ തന്നിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. വേറെ ഒന്നും നിങ്ങൾ എടുത്തു വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആയാലും, ഇപ്പം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. ടാബ്ലറ്റിന് പകരം ഞാൻ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ 4 ടാബ്ലറ്റ് ആണ് നിങ്ങൾക്ക് തരിക. അപ്പം നിങ്ങൾ 4 ടാബ്ലറ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കളറും നമുക്ക് ഇതിൽ കളർ നമുക്ക് ഇപ്പോൾ യെല്ലോ കളറായ കാരണം കൊണ്ട് ഞാൻ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും കളർ ഡാർക്ക് കളർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് വേണ്ടി വെച്ചാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിൽ ഞാനിപ്പോൾ ലിറിലിൻ്റെ സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പം നമുക്ക് 20 ml സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കിറ്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ടാണ് കേട്ടോ വരിക. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ മിക്സിങ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ആദ്യം നിങ്ങൾ കിറ്റ് മേടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് റെക്റ്റാങ്കിൾ മോൾഡാണ്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. 9 ക്യാവിറ്റി വരുന്നതാണ്. 9 നമുക്ക് സോപ്പ് ഈ ഒരു മോൾഡിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് 6 മോൾഡുള്ളതാണ് വരാറുള്ളത്. ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള മോൾഡാണ് കേട്ടോ ഇത്. 9 ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 1 kg നമുക്ക് 10 സോപ്പാണ് 100 ഗ്രാമിൻ്റെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ മോൾഡിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്താൽ മാറിക്കിട്ടും കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സോപ്പുകൾ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കിറ്റുകൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സോപ്പിൻ്റെ കിറ്റുകൾ വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ സോപ്പുകളൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊരു രസമാണ് അല്ലേ. അതുപോലെ തന്നെ സ്മെല്ലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പതയും കട്ടിയൊക്കെ ഉള്ള സോപ്പാണ് കേട്ടോ നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും അറിയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ കിറ്റുകൾ മേടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോപ്പുകളാണെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബൈ.